താരാപുരം ശ്രീ ദുർഗാംബിക ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. സർവ ഐശ്വര്യത്തിനും ദുരിത നിവാരണത്തിനും താരാപുരം ശ്രീ ദുർഗാംബിക ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു. ക്ഷേത്രം തന്ത്രി ഉണ്ണികൃഷ്ണൻ സാരഥിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ നടന്നു. വൈകിട്ട് ഭഗവതി സേവയും ഉണ്ടായി. നിരവധി പേർ പങ്കെടുത്തു. ഈ കാലഘട്ടത്തിൽ ഒരു ഐക്യവും സ്നേഹവും മനസ്സും എല്ലാവർക്കും ഉണ്ടാവാനെ കൊണ്ടാണ് നമ്മളെല്ലാവരും ഒത്തുകൂടി താരാപുരം ദുർഗാംബിക ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തിയിരിക്കുന്നത്. എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. പ്രമുഖരായ എല്ലാവരും പങ്കെടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്തു വെച്ചത്. ഇനി ഇവിടെ നമുക്ക് ക്ഷേത്രമുറ്റത്ത് സ്ഥാപിച്ച പന്തൽ അമ്മയ്ക്കായിക്കൊണ്ട് സമർപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഭിവൃദ്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മഹാക്ഷേത്രമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ക്ഷേത്രത്തിൽ പ്രദക്ഷിണ വഴിയായിക്കൊണ്ട് ഒരു നടപ്പാത നമ്മൾ ഇപ്പോൾ ചെയ്യാൻ തുടങ്ങുന്നതിനെ കൊണ്ട് ഫണ്ട് സ്വരൂപിച്ച് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അതുകൂടി ഈ അവസരത്തിൽ സമർപ്പിക്കുന്നു. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും നല്ലത് സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ക്ഷേത്രത്തിലെ പ്രദക്ഷിണ വഴി കരിങ്കൽപ്പാളി പാകുന്നതിനുള്ള ഫണ്ട് ശേഖരണത്തിനുള്ള ആദ്യ ഫണ്ട് ഉദ്ഘാടനം ക്ഷേത്രാങ്കണത്തിൽ നടന്നു. കുറുപ്പശ്ശേരി രാഹുൽ കൃഷ്ണനിൽ നിന്നും ആദ്യ ഫണ്ട് ഉത്തര കേരള വാല ജന മഹാസഭ പ്രസിഡന്റ് പി വിനീഷ് ഏറ്റുവാങ്ങി. പി ബാനർജി ബാബു, ടി അജിത് കുമാർ, കെ പ്രദീപൻ, കെ ഷാജി, ലതാ പ്രദീപ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. ഒഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം, കൃത്യതയാർന്ന പരിചരണം, പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ.